ശംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശംഷാദ് മരക്കാർ, നമുക്ക് ടൗൺഷിപ്പ് വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ ഒരു തടസ്സവാദം എന്നുള്ള നിലക്കാണ് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ സർക്കാരിന് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്നു. അത് ദുരന്ത ബാധിതർക്കും ആശ്വാസകരമായൊരു സംഗതിയാണ്. ഇത് എത്ര കണ്ട് പോസിറ്റീവായൊരു സ്റ്റെപ്പായിട്ട് അങ്ങ് കാണുന്നു? സുപ്രീം കോടതിയിലെ എസ്റ്റേറ്റ് ഉടമകൾ പോയാൽ വീണ്ടും അത് തടസ്സം ഉണ്ടാക്കും എന്നൊരു ആശങ്കാജനകമായ തോന്നലുണ്ടോ? ഇപ്പോ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദുരന്ത ബാധിതരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പരിധിവരെയുള്ള ആശങ്ക പരിഹരിക്കാൻ നമുക്കതുകൊണ്ട് കഴിയും. എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോവുകയും കോടതി വ്യവഹാരങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് സംഭവിക്കുമ്പോഴാണ് പുനരധിവാസം വൈകുമെന്ന് നമ്മൾ കരുതിയത്. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഇതിനകത്ത് ഈ എസ്റ്റേറ്റിന്റെ ഉടമകൾ മറ്റു കോടതികൾ, മേൽക്കോടതികളെ സമീപിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അവരതിന് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സമയത്തിന്റെ നഷ്ടമുണ്ടാകും. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കോടതി വിധിയെ എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഭൂമി സർക്കാരിന്റെ പൊസഷനിലേക്ക് കൊണ്ടുവരികയും അവിടെ നിർമ്മിക്കാനിരിക്കുന്ന ടൗൺഷിപ്പിന്റെ മാതൃക ദുരന്തബാധിതരോടും മറ്റു ജനപ്രതിനിധികളോടും ചർച്ച ചെയ്ത് അടിയന്തരമായി അംഗീകരിച്ച് ഇതിനകത്തേക്ക് സ്പോൺസർഷിപ്പിന് തയ്യാറായി വരുന്ന ആളുകളുടെ യോഗം വിളിച്ച് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളതാണ്. ഇനി സമയം പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ പ്ലാൻ അംഗീകരിച്ച് നമ്മൾ ഇതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് അതിൽ സ്പോൺസർഷിപ്പ് കണ്ടെത്തി STRF നിന്ന് എത്ര തുകയാണ് എടുക്കുന്നത്, CMDRF നിന്ന് എത്ര തുകയാണ് എടുക്കുന്നത്, ആളുകളുടെ ലിസ്റ്റ് പ്രോപ്പറായി പുറത്തിറക്കി വളരെ വേഗതയിലാണ് ഇനി സഞ്ചരിക്കേണ്ടത്. കാരണം ഇന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ 5 മാസം പൂർത്തിയാവുകയാണ്. അപ്പൊ 5 മാസത്തിനിടയിൽ നമ്മൾക്ക് കോടതിയിലാണ് ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കുഴപ്പം. അത് പരിഹരിച്ചു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു കാലതാമസം ഉണ്ടാവരുത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, അതിനകത്ത് വന്നിട്ടുള്ള പിഴവുകൾ ഒക്കെ തിരുത്തി അടിയന്തരമായി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളതാണ്. എസ്റ്റേറ്റിന്റെ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവരുത് എന്നുള്ളതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് ആണത്. കാരണം ഈ ഭൂമിയുടെ നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളോ ഒക്കെ സർക്കാർ തലത്തിൽ അവർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ ഇനിയൊരു കോടതിയിലേക്ക് ഒരു കേസ് പോയി കഴിഞ്ഞാൽ അത് ഇനിയും കാലതാമസം ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളുടെ ദുരന്തത്തെ അതിജീവിച്ച ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാകും. ഈ കോടതി വിധിയെ സർക്കാർ അംഗീകരിച്ചു വളരെ വേഗതയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് പറയാൻ. ഇനിയിപ്പോൾ ഭൂമി ഏറ്റെടുക്കാം, അതിന് തടസ്സമില്ല. പക്ഷേ നിയമ പോരാട്ടം അവിടെ ഒരു പക്ഷേ അവർ സുപ്രീം കോടതിയിലേക്ക് പോയേക്കാം. കാരണം അവരുടെ ലൈൻ എന്താണ്, നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ കൂടിയും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ പുറത്ത് അവർക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് സുപ്രീം കോടതിയിലേക്ക് അവർ പോയാൽ ഈ UPA കാലത്തെ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം വലിയ തുക കൊടുക്കേണ്ടി വരും. നമുക്കിപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രയാസമുണ്ട്. ആ സാമ്പത്തിക പ്രയാസം നിലനിൽക്കെ തന്നെ അത്രയും തുക കൊടുത്ത് പിന്നീട് നമുക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ എങ്ങനെ ഈ കേസിനെ നേരിടുമെന്ന കാര്യത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? അതല്ല, ഈ എസ്റ്റേറ്റ് ഉടമകളെ കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ, നേരത്തെ CK ശശീന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഹതഭാഗ്യരായ കുറെ മനുഷ്യർ ഈ എസ്റ്റേറ്റ് ഉടമകളുടെ മുന്നിൽ അവർക്ക് കാണാവുന്നേ ഉള്ളൂ, അവരുടെ മുന്നിൽ നിൽപ്പാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാതെ അവർ പിൻവാങ്ങുകയല്ലേ വേണ്ടത്? കുറെ കൂടി ഈ എസ്റ്റേറ്റ് ഉടമകളുമായി നല്ല സംസാരം കുറെ കൂടി നടത്തി ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള പരിഹാരം കാണാം എന്നുള്ളൊരു തോന്നലിന് കൂടി പ്രസക്തി ഉണ്ടോ? തീർച്ചയായും ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ എസ്റ്റേറ്റിന്റെ ഉടമകൾ ഇനി സുപ്രീം കോടതിയിലേക്കോ മേൽക്കോടതിയിലേക്കോ പോകരുത് എന്നുള്ളത് റിക്വസ്റ്റ് ആണ്. കാരണം അവരിനി ഇതിനകത്ത് പോയാൽ ഇനിയും ഇതിനകത്ത് കാലതാമസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2, ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ കേസ് വേറെയൊന്നും, HMLന്റേതും മറ്റൊന്നുമാണ്. കാരണം എൽസ്റ്റൺ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയെ നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കുകയോ അവരുമായി ഡിസ്കഷൻ നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ HMLന്റെ ഭൂമിയുടെ പ്രശ്നം സർക്കാരിന്റെ ഭൂമിയാണ് എന്നുള്ള ഒരു വാദത്തിൽ കേസുകളും അതിന്റെ റിപ്പോർട്ടുകളും കമ്മീഷനുകളും ഒക്കെ ഉള്ളതാണ്. അത് ഈ ഭൂമി മാത്രമല്ല, കേരളത്തിലെ മൊത്തത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതിന്റെ ഓണർഷിപ്പിന്റെ തർക്കം പരിഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സർക്കാരിലേക്ക് വരേണ്ട ഭൂമിയാണോ അതോ HMLന് കൈവശം തന്നെയുള്ള ഭൂമിയാണോ എന്നുള്ള ഓണർഷിപ്പിന്റെ തർക്കം വലിയ കേസാണ്. അത് സമീപ ഭാവിയിൽ പരിഹരിക്കപ്പെടാതിരിക്കുകയും ഇത് സുപ്രീം കോടതിയിൽ എത്തുകയും ഇതിന്റെ ഓണർഷിപ്പിന്റെ കാര്യം പ്രോപ്പർ ആകുന്നത് വരെ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ
അത് ദുരന്തബാധിതരായ ആളുകളെ ബാധിക്കും. കാരണം അവരുടെ ഭൂമി അവിടെ ലഭിച്ചാലും വീട് അവർക്ക് ലഭിച്ചാലും അതിന്റെ കൈവശ അവകാശം എന്ന് പറയുന്നത് ഈ ദുരന്തബാധിതരിലേക്ക് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ കോടതി വിധി വരണം. കാരണം ഈ ഭൂമി സർക്കാരിൻ്റെതാണോ അതോ HMLന്റെ ആണോ, അത് വലിയ താമസം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരുമായി ഡിസ്കഷൻ, ആദ്യഘട്ടത്തിൽ എസ്റ്റേറ്റ് ഉടമകൾ പറഞ്ഞത് ഞങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് DM ആക്ട് പ്രകാരം ഈ ഭൂമി ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഇപ്പൊ കോടതി നമുക്ക് ഏറ്റെടുക്കാനുള്ള അംഗീകാരം തന്നുകൊണ്ടു, പക്ഷെ ചർച്ചകൾക്ക് സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ചർച്ചകളും നടക്കണം. കാലതാമസം ഒഴിവാക്കാൻ എന്താണോ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം സർക്കാർ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ ചെയ്യണം. ഇനിയും ദുരന്തബാധിതരെ നമുക്ക് വാടക വീടുകളിലും മറ്റുള്ള പ്രദേശങ്ങളിൽ നിർത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായി മാറുകയും ചെയ്യും.